ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ കേസിയ. അപ്പം ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രം. അത് കഴിഞ്ഞിട്ട് നാളെ ഞങ്ങൾ മാത്സ് വീഡിയോ ഇടുന്നതാണ്. ബേസിക് സയൻസിൽ നമ്മൾ ഒറ്റയല്ലൊരു ജീവി, ഇതിൽ മെയിനായിട്ട് പഠിക്കുന്നത് ഓരോ ജീവികളും കഴിക്കുന്ന ഭക്ഷണവും ഫുഡ് വെബിനെ കുറിച്ചൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു പടത്തിൽ ഒരു കിളീനെ കാണിച്ചിട്ടുണ്ട്. ആ പക്ഷിയാണ് പൊന്മാൻ. പൊന്മാൻ എന്തൊക്കെ കഴിക്കാന്ന് ചോദിച്ചേക്കണേ. എന്തായിരിക്കും കണ്ടില്ലേ? പൊന്മാൻ എന്തിനെ നോക്കിയിട്ട് മീൻ കണ്ടാ? മീൻ കഴിക്കും. എന്താ ഗസിയ? പൊന്മാൻ കഴിക്കുന്ന ഫുഡ് ഏതാ? മീൻ. ഇനി പൊന്മാനെ എവിടേക്ക് നമ്മൾ കാണാ? നദിക്കരയിൽ. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് അതിന് കാരണം എഴുതിയിട്ടുണ്ട്. നദീതീരത്തോ കുളത്തിന്റെ അവിടെയൊക്കെയാണ് പൊന്മാൻ താമസിക്കുന്നത്. എന്തിനാ? അതായത് മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലമായിട്ടാണ് ഇവർ താമസിക്കാറ്. ഇവർ കഴിക്കുന്ന ഫുഡ് മീനല്ലേ, അപ്പൊ മീൻ പെട്ടെന്ന് കിട്ടണ്ടേ ഇവർക്ക് വിശക്കുമ്പോ. അതിന് വേണ്ടി അതിൻ്റെ അടുത്ത്. അപ്പൊ അതെവിടെയാ? വെള്ളത്തിന്റെ അടുത്ത്. വെള്ളം എവിടെയാ? കുളത്തിലുണ്ടാവും, പുഴയിലുണ്ടാവും, തോട് അവിടെയൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെയാണ് ഇവർ താമസിക്കുക. ഇനി പലതരം ജീവികളെ നമുക്കറിയാം. അവരൊക്കെ കഴിക്കുന്ന ആഹാരവും പലതരമാണ്. പിന്നെ ഇപ്പൊ അടുത്തത് കാണിച്ചിരിക്കണത് ആടാണ്. കെസിയ, നമ്മുടെ വീട്ടിൽ ആടിനെ ആദ്യം വളർത്തിയിരുന്നില്ലേ കെസിയ? ആടിന് നമ്മൾ എന്താ പറക്കി കൊടുക്കാറ്? പുല്ല്. ഞാൻ നമ്മുടെ പൊന്നമ്മയില്ലേ, പൊന്നമ്മന്റെ അവിടെ വീട്ടില് ഞങ്ങളൊരു പൊന്നമ്മന്റെ വീട്ടില് പൊന്നമ്മ സാറിന്റെ വീട്ടില് ഞാൻ ഇപ്പൊ ആടില്ലേ, ആടൊക്കെ പോയി. ഇപ്പൊ പശുക്കളാ. അപ്പൊ മുമ്പ് കൊറേ ദിവസം പൊന്നമ്മ ഉണ്ടാകുന്ന മുമ്പല്ലേ, അല്ല പൊന്നമ്മ ഉള്ളപ്പോ സാറും ഇല്ലാത്തപ്പോ അല്ലേ, അപ്പൊ ഞാൻ അവിടുത്തെ മാവുണ്ട്, അവിടെ ഇല പൊട്ടിച്ച് ഞാൻ കൊടുക്കും. അപ്പൊ ആടിന് നമ്മള് ഇല കൊടുക്കും, പുല്ല് കൊടുക്കും, അതല്ലേ? ആട് എന്തൊക്കെയാ കഴിക്കുക? ഇലകള് കഴിക്കും, പുല്ല് കഴിക്കും. അപ്പൊ ആട് എന്താ കഴിക്കാന്നൊന്നും കൂടി പറഞ്ഞ ഗസിയ? ആട് പുല്ല് കഴിക്കും. പിന്നെ ഇപ്പൊ നേരത്തെ കൊടുക്കുന്ന് പറഞ്ഞ എന്താ? പുല്ലും. ഇപ്പൊ എന്നെ പൊട്ടിച്ചു കൊടുക്കുന്ന് പറഞ്ഞത് അല്ലയോ? അല്ലേ? ഓക്കെ. ഇനി സസ്യഭാഗങ്ങൾ കഴിക്കുന്ന, അതുപോലെ ഈ ചെടിയുടെ ഇതുകളൊക്കെ കഴിക്കുന്ന വേറെ എന്തൊക്കെ ജീവികളുണ്ട്? കണ്ടെത്തി എഴുതാൻ. വേറെ എന്തൊക്കെയാണ്? മാൻ. അതായത് സസ്യഭാഗങ്ങൾ കഴിക്കുന്ന ഏതൊക്കെയാണ്? കെസിയ വായിക്കൂ. മാൻ പറയ്. മാൻ, മുയൽ. ഞാൻ പറയാം. മാൻ, മുയൽ, പശു, ആട്, കാള, കുതിര, ആന. ആന എന്ത് കഴിക്കും? ആന ഇത് പനയോല കഴിക്കണ കണ്ടിട്ടില്ലേ? മുള കഴിക്കണ കണ്ടിട്ടില്ലേ? ഇനി നമുക്ക് പഠിക്കാം ലെസൺ അതന്നെയാ, വൺ തന്നെയാ. ഇനി അടുത്തത് ചിത്രം നോക്കാൻ. വാസസ്ഥലവും ആഹാരവും നോക്കി. ഇതൊരു വലിയൊരു വയല കാണുന്നത്. വയല്, അവിടെ കുറേ കണ്ടോ? കുറെ വയല് കാണാം, പിന്നെ തുമ്പീനെ കാണാം, ഒരു വീട് കാണാം, പിന്നെ കാക്കേനെ കാണാം. പറയുക സി എന്തൊക്കെ? ഇതെന്താ കാണണേ? ഇതെന്താ കാണണേ? അപ്പൊ ഇത് കാണില്ല. ഇത് തവള, ഇത് പുൽച്ചാടി. ഈ പുൽച്ചാടി ഇതിനെ തവള ഇതിനെ തിന്നും, തുമ്പിനും തിന്നും, പുൽച്ചാടിനും തിന്നും. പിന്നെ കൊക്ക് മീനെ തിന്നും. മീനിന്റെ വെച്ചിട്ടുണ്ട് കാണാം. എനിക്ക് ഇപ്പഴാ കാണാൻ പറ്റിയ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് അവണ. ഒച്ച ആരെ തിന്നും? ഒച്ച ഇത് തിന്നും. ഒച്ചിനെയൊക്കെ കിളികളോ. അപ്പൊ ഞണ്ടിനെ കുറുക്കൻ തിന്നും. ഇത് അത് കാക്കതേ ഈ തവളേനെയും ഈ പുൽച്ചാടീനെയും ഒക്കെ തിന്നും. ഇതിനെയോ? ആമേനെയും കുറുക്കൻ തിന്നും. ഓക്കെ. അടുത്തത് ചിത്രത്തിലുള്ള ഏതൊക്കെ ജീവികളാന്ന് കണ്ടു? ചെറിയ മീനുകളുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ കുഞ്ഞു മീനുണ്ട്. കുഞ്ഞു മീനുണ്ട്. ആമയുണ്ട്, പുൽച്ചാടി ഉണ്ട്, ഒരു കാണിച്ചുണ്ട്.
അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മീനെ കാണിച്ചു. കാണാൻ പറ്റില്ല. ഇനി ചെറുമീനുകളെ ആഹാരമാക്കുന്ന, അതായത് മീനുകൾ ഈ പുല്ലും ഇതൊക്കെ തിന്നും, പിന്നെ കുളത്തിലുള്ള ചെറിയ വെള്ളത്തിന്റെ ഇത് കാണുമ്പോ നമ്മുടെ പാടത്തില്ലേ, കുളം അവിടെ തോന്നും അല്ലേ. അത് കഴിഞ്ഞിട്ട് ചെറുമീനുകളെ ആഹാരമാക്കുന്ന ജീവികളാണ് വലിയ മീൻ. ചെറിയ മീനിനെ വലിയ മീൻ തിന്നും. പിന്നെ എന്ത് ചെയ്യും, ചെറിയ മീനെ തവള തിന്നും. പിന്നെ കൊക്ക് തിന്നും. കൊക്കൊക്കെ തിന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഓരോ ജീവിയെയും എന്തിനെല്ലാം ആഹാരമാക്കുന്നു? ചെറുമീൻ സസ്യങ്ങൾ ആഹാരമാക്കുന്നു, വലിയ മീൻ ചെറുമീനുകൾ ആഹാരമാക്കുന്നു, കൊക്കുകൾ എന്ത് ചെയ്യും, കൊക്കുകൾ മീനുകൾ ആഹാരമാക്കും. ഇനി അത് വെച്ചിട്ട് ഒരു ചിത്രീകരണം പൂർത്തിയാക്കണം പറഞ്ഞാൽ പറഞ്ഞേ. ഇത് സസ്യം ചെറുമീൻ കഴിക്കും. പിന്നെ സസ്യം ആര് കഴിക്കും? പുൽച്ചാടി കഴിക്കും. പിന്നെ ഇതെന്താ? പുഴുവിന് കഴിക്കും. ഇനി ഈ ചെറുമീൻ കഴിക്കും. പുഴുവിനെ ചെറുമീൻ തിന്നും. പിന്നെ പുൽച്ചാടിനെ ആര് തിന്നും? തവള. ചെറുമീനും പുൽച്ചാടിനും ഒക്കെ തവള തിന്നും. ചെറുമീന് വലിയ മീൻ കഴിക്കും. ഈ വലിയ മീനും തവളേനെ ആര് കഴിക്കും? ഇതേതാ? കൊക്ക്. കൊക്ക് കഴിക്കും. മനസ്സിലായോ? അതൊക്കെ തിന്നും. അപ്പൊ ഇതിലത്തെ ഈ തവളേനൊക്കെ കൊക്ക് തിന്നും. ഈ കൊക്കിന് ഞാൻ നമ്മുടെ പാടത്ത് കാണാറ്. ഇതില്ലേ പാടത്ത് പോത്തിന്റെ അടുത്തൊക്കെ കൊക്ക് നിക്കണ കാണാറുണ്ട് അല്ലേ. ഓക്കെ. ഇനി കണ്ണി ചേർന്ന് മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങൾ ആഹാരമാക്കും. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികൾ ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കുക. അതായത് സസ്യം ചെടികളൊക്കെ മാൻ, പിന്നെ മുയൽ, പുൽച്ചാടി. മാന തിന്നണത് മാന ആര തിന്ന? പുലി പിടിച്ച് തിന്നും. മുയലിനെ കുറുക്കൻ, പുൽച്ചാടിനെ തവള. ഇനി ഇത് ഞാൻ പറഞ്ഞുതരാം. അല്ല, ഇത് വായിച്ചു കൊടുക്കാം. ഇതാണ് അടുത്ത്. ഇനി ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം. അതായത് ജീവികൾ പരസ്പരം ആഹാരത്തിനായിട്ട് ആശ്രയിച്ച് ഈ ഒരു ബന്ധത്തിനെയാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. എനിക്ക് എസിയ പറഞ്ഞു തരും കേട്ടോ ഫുഡ് വെബ് എന്താന്ന്. ഇവിടെ കാണിച്ചേക്കണത് ഈ മരം അതായത് സസ്യത്തിന് മാൻ തിന്നും. മാനിന് തിന്നും പുലി തിന്നും. അതായത് ഇവിടെ സസ്യത്തിന് പശുവും തിന്നും, പശുവിന് ഈ പുലി തിന്നും. പുലി തിന്നിട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അതായത് ഇവിടെ ചെടികളെ ചെടീനെ അതേ പുൽച്ചാടി തിന്നു, കിളി തിന്നു, പിന്നെ അതിനെ കുറുക്കൻ തിന്നു, കഴുകൻ തിന്നു. അപ്പൊ ഏത് പശുവിനും കഴുകൻ തിന്നും. അപ്പൊ എന്നിട്ട് ഇത് ഇങ്ങോട്ട് വരില്ലേ? ചെടീനെ കൊരങ്ങൻ തിന്നു, കൊരങ്ങനെ പുലി തിന്നു. ഇവിടെ കടുവയുണ്ടായിരുന്നു. ഇത് ഒരു എലിനെ പൂച്ച തിന്നു, പൂച്ചേനെ പുലി പിടിച്ചു, പുലി മാനിനെയും തിന്നു. അപ്പൊ ഇങ്ങനെ വന്നു നമ്മുടെ ഇത്. ഈ ഷേപ്പ് കണ്ട നമ്മുടെ ബോളില്ലേ, അതിനെ പോലെ ഈ ഷേപ്പ് കണ്ട. അപ്പൊ അങ്ങനെ ഇന്ന് ഇത്രയും ക്ലാസ് ഉള്ളു കേട്ടാ. അത് മാത്രല്ല നാളെ നമുക്ക് ഹിന്ദി പഠിക്കാം. അപ്പൊ ക്ലാസ്സിനും കൂടി എല്ലാവർക്കും താങ്ക് യു.